കർണനും നെപ്പോളിയനും ഭഗത് സിംഗും സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയ സിവിൽ സർവീസ് വിവാദങ്ങളിലും കടന്നുവരികയാണ്. കർണൻ്റെ കവചകുണ്ടലങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന കവചത്തെക്കുറിച്ച് ദിവ്യ അയ്യർ IAS ഇൻസ്റ്റയിൽ എഴുതിയതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദം. കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ കൂടിയായ IAS ഓഫീസറുടെ രാഷ്ട്രീയ സ്തുതിയാണ് കോൺഗ്രസ്സുകാരെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. ബന്ധുത്വം അവിടെ നിൽക്കട്ടെ, ഇടതു ഭരണത്തിൽ വിശ്വസ്തതയുടെ പാഠപുസ്തകവും കഠിനാധ്വാനത്തിൻ്റെ മഷിക്കൂടുമായി മാറാൻ ഒരു വനിതാ IAS ഓഫീസർക്ക് അവകാശമില്ലേ? പറയൂ, ഇല്ലേ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. അതായത് ഈ പിണറായിൻ്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചില. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത്. ചേട്ടൻ സൂപ്പറാ. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. നോ കമന്റ്സ്. വീഴ്ചയെന്ന KS ശബരിനാഥൻ. എന്താ ചായ? ഒരു IAS ഉദ്യോഗസ്ഥ ആ കാലഘട്ടത്തിലുള്ള എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത് ഇത്രയധികം പ്രകോപിപ്പിച്ചത് ഒരു വല്ലാത്ത അത്ഭുതകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും എത്രമാത്രം സങ്കുചിതമായി പോകുന്നു എന്നതിൻ്റെ വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ചേട്ടൻ സൂപ്പറാ. എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സ്വന്തം പ്രവർത്തന മേഖലയിൽ കണ്ടെത്തുന്ന നന്മയും ഗുണവും ലോകത്തോട് വിളിച്ചു പറയുക മാത്രമാണ് താൻ ചെയ്തിരിക്കുന്നത് എന്ന അവരുടെ വാദം മുഖവിലക്കെടുക്കാം. അല്ലാതെ പതയും സോപ്പും ഒന്നുമല്ല. നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല, നിറഞ്ഞവരല്ല. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല. ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടവന്ധരേ അന്ധർനയിപ്പൂ. അതെ, എന്തൊരു വിചിത്ര ലോകമാണിത്. അവിടെ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.